ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSCയിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ്. നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ. 3 ബൾബുകൾ യഥാക്രമം 3, 4, 5 മിനിറ്റുകൾ ഇടവിട്ട് പ്രകാശിക്കും. അവയെല്ലാം ഒരുമിച്ച് 8 AM കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ അവ ഒരുമിച്ച് പ്രകാശിക്കും? ഈ ഒരു ചോദ്യം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഇതിൽ നമുക്ക് ചെയ്യാനൊന്നും ഒരു വലിയ സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിൽ എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനൊരു ചോദ്യം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ 3, 4, 5 ഈ നമ്പറുകളുടെ LCM നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആദ്യം എന്തോ ചെയ്യണം? ഈ 3 നമ്പറുകളുടെയും LCM കണ്ടുപിടിക്കണം. LCM ഓഫ് 3, 4, 5. ഇവിടെ LCM 3, 4, 5 കോമൺ ആയിട്ട് 3 നമ്പറിനും കോമൺ ആയിട്ട് ഒരു മൾട്ടിപ്പിൾസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? LCM കാണാൻ വേണ്ടി 3 × 4 × 5 ചെയ്യും. അപ്പോൾ 60 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ എന്താണ്? ഈ 3 നമ്പേഴ്സിൻ്റെ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? 60 എന്ന് കിട്ടും. ഈ 60 എന്ന് പറയുന്നത് ഇവിടെ 8 AM, ഇവിടെ 3, 4, 5 എന്ന് പറയുന്നത് മിനിറ്റിലാണ് ടൈം തന്നിരിക്കുന്നത്. അപ്പോൾ 60 മിനിറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. 60 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 1 hour ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് 60 മിനിറ്റ് ഈക്വൽ ടു 1 hour. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത് 8 AM കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ അവൾ ഒരുമിച്ച് കത്തുന്നു. അപ്പോൾ ഇവരുടെ നമ്മുടെ LCM 60 ആണ്. 60 മിനിറ്റ് ഈക്വൽ ടു 1 hour ആണ്. അപ്പോൾ 8 AM കത്തിയവർ അടുത്ത 1 hour കഴിയുമ്പോഴായിരിക്കും ഒരുമിച്ച് കത്തുന്നത്. അപ്പോൾ 8 + 1 9. അപ്പോൾ നമുക്ക് 9 AM ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ LCM കാണണം. LCM നമ്മൾ 60 മിനിറ്റ് എന്നാണ് കിട്ടുന്നത്. അത് 1 hour ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടൈമിനോട് കൂടി 1 hour ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ.